ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ രണ്ടാമത് പതികത്തിലെ നാലാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കുയിൽ വാണി കുരുമ്പൈ മുലയുമൈ കൂടി നിன்றாடும் കരുമണിയേ മയിൽ വാകനൻ വந்தருளுം மணி மந்திரம் கோள்மயிர் மேனியனே கயற்கண்ணியர் கண்கள் மூன்றும் கதிர் திங்களும் அங்கியும் அங்கொளிரும் புயங்கம் புனலும் ஜடையும் புலை நாயினர் கம்புவீர் புலனே. കുയിൽവാണി, കുയിൽനാദത്തോടു കൂടിയവളെ, കുരുമ്പൈ മുലൈ, ഇളം കരിക്കുപോലെയുള്ള മുലകളോട് കൂടിയവളായ, ഉമൈ കൂടി നിன்றாடும், ഉമയുമായി ചേർന്ന് നിന്നാടുന്ന, കരുമണിയെ, കൺമണിയെ, ജ്ഞാനക്കരുവേ, മയിൽവാകനൻ വந்தരുളും, സുബ്രഹ്മണ്യൻ വന്നോതിത്തരുന്ന, മണിമന്ദിരം, മണി പോലെ അമൂല്യമായ മന്ത്രം കേട്ട്, കോൾമയിർ മേനിയനെ, കോൾമയിർ കൊള്ളുന്ന ദേഹത്തോടു കൂടിയവനെ, കതിർ തിങ്കളും അങ്കിയും, കതിർ സൂര്യൻ, തിങ്കൾ ചന്ദ്രൻ, അങ്കി അഗ്നി, കയർക്കണ്ണീർ കയൽ കണ്ണ് ഇയൽ, മീൻ കണ്ണുപോലെയുള്ള, കൺകൾ മൂന്നും മൂന്ന് കണ്ണുകളും, അങ്കൊളിരും പ്രകാശിക്കുന്നതും, പുയങ്കം ഭുജംഗം അതായത് പാമ്പ്, പുനലും വെള്ളം ഗംഗ, ചടയും ജഡയും, പുലനായി നേർക്ക് വൃത്തികെട്ട നായയെ പോലെയുള്ള എൻ്റെ നേർക്ക് അമ്പുവീർ ഭൂമിയിൽ, അതായത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ പുലനെ ദർശിക്കപ്പെടുമാറാകണമേ എന്നാ. ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ്: കുയിൽവാണിയും ഇളങ്കരിക്കുപോലെയുള്ള മുലകളോടുകൂടിയവളുമായ ഉമയോടൊപ്പം ചേർന്ന് ഭവനാടകമാടുന്ന കരുമണിയെ, മയിൽ വാഹനനായ സുബ്രഹ്മണ്യൻ വന്ന് ഓതിത്തരുന്ന മണി പോലെ അമൂല്യമായ മന്ത്രം കേട്ട് കോൾമയിർ കൊള്ളുന്ന ശരീരത്തോടു കൂടിയവനെ, സൂര്യനും ചന്ദ്രനും അഗ്നിയുമാകുന്ന മീൻകണ്ണുപോലെയുള്ള മൂന്ന് കണ്ണുകളാൽ ശോഭിക്കുന്നവനും, ഗംഗയാലും പാമ്പിനാലും അലങ്കരിക്കപ്പെട്ട ജഡാഭാരത്തോടും കൂടിയ നിന്റെ പുരുഷരൂപത്തെ ജീവിതകാലത്തു തന്നെ നേരിട്ട് ദർശിക്കുവാൻ നായയെപ്പോലെ ശുചിയില്ലാത്തവനായ എനിക്ക് സാധിക്കുമാറാകണമേ. കുയിൽവാണിയും കുരുമ്പയുമായ ഉമയോട് ചേർന്ന് നൃത്തം ചെയ്യുന്ന കരുമണിയായി ശിവൻ ഇവിടെ ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു. മാന്തളിരുണ്ട് തൃപ്തിയടയുന്ന വേളയിൽ കുയിൽ പുറപ്പെടുവിക്കുന്ന നാദം ആത്മഹർഷധ്വനിയാണ്. അകാരോ വിഷ്ണുരുദ്ദിഷ്ട ഉകാരസ്തു മഹേശ്വര എന്ന നിഷ്പത്തി അനുസരിച്ച് മഹേശ്വരനോട് ചേർന്നിരിക്കുന്ന ഉമ അർദ്ധനാരീശ്വര സങ്കല്പത്തെയാണ് ദ്യോതിപ്പിക്കുന്നത്. ഓങ്കാരസ്വരൂപനും പരബ്രഹ്മമൂർത്തിയുമായ ശിവന്റെ അർദ്ധനാരീശ്വര ഭാവകൽപ്പനയിലെ ജ്ഞാനരഹസ്യമാണ് ഗുരുദേവൻ ഇവിടെ അനാവരണം ചെയ്തിരിക്കുന്നത്. ഉമാദേവിയുടെ ഇളങ്കരിക്കുപോലെയുള്ള സ്തനങ്ങൾ ഗൂഢാർത്ഥഗർഭമായ കാവ്യബിംബമാണ്. ആധ്യാത്മിക പോഷണത്തിനും ലൗകിക പോഷണത്തിനും വേണ്ടത്ര സ്തന്യം അഥവാ പാൽ ലോഭമില്ലാതെ ചുരത്തുന്ന ഉമയുടെ സ്തനങ്ങളെ വിശ്വപ്രകൃതിയിലെ ജീവസന്ധാരണോർജ കലവറയായി വ്യാഖ്യാനിക്കാവുന്നതാണ്. ദ്വാദശാദിത്യന്മാരിലെ പൂഷാവിൻ്റെ ഭാവം പകർന്നാടുന്ന ശിവനെയാണ് കുരുമ്പയോട് ചേർന്നു നിന്ന് ഭവനാടകമാടുന്ന കരുമണിയായി വിശേഷിപ്പിച്ചിരിക്കുന്നത്. കരുമണി എന്ന പദത്തിനിവിടെ കാരണബീജം എന്നർത്ഥമാണുള്ളത്. പുത്രസാമീപ്യമുണ്ടാകുമ്പോഴാണല്ലോ മാതാവിൻ്റെ മുല ചുരത്തുന്നത്. പുത്രസാമീപ്യത്തിന് കാരണഭൂതനായ ഭർത്താവിൻ്റെ സാന്നിധ്യവും സാമീപ്യവുമാണ് ഭവനാടക രചനയിലും കരുവായി വർത്തിക്കുന്നത്. അതിനിഗൂഢമായ ഈ സൃഷ്ടി രഹസ്യമാണ് ഗുരുദേവൻ കാവ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നത്. മയിൽവാകനൻ വந்தരുളും മണിമന്ദിരം കോൾമയിർ മേനിയനെ എന്ന സംബോധനയും
ചിന്തോദ്ദീപകം തന്നെ. ബാലസുബ്രഹ്മണ്യൻ ശിവന് പ്രണവമന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്ന പുരാണകഥയുടെ പരാമർശിച്ചിരിക്കുന്നു. ഒരിക്കൽ ബ്രഹ്മദേവൻ കൈലാസത്തിൽ ശിവനെ സന്ദർശിക്കാനെത്തി. ആ സമയത്ത് കൈലാസഗോപുരത്തിൻ്റെ കാവൽ ചുമതലക്കാരൻ സുബ്രഹ്മണ്യനായിരുന്നു. ബാലസുബ്രഹ്മണ്യൻ്റെ സാന്നിധ്യം അവഗണിച്ചുകൊണ്ട് ബ്രഹ്മാവ് ഗോപുരവാതിൽ തള്ളി തുറന്ന് അകത്ത് കടക്കാൻ ശ്രമിച്ചു. സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ തടഞ്ഞു. താൻ ബ്രഹ്മദേവനാണെന്നും വഴി തടയാതെ മാറി നിൽക്കണമെന്നും ബ്രഹ്മദേവൻ സുബ്രഹ്മണ്യനോട് പറഞ്ഞു. അത് കേട്ട് ബ്രഹ്മം എന്ന പദത്തിൻ്റെ അർത്ഥം പറഞ്ഞാൽ അകത്ത് പ്രവേശിപ്പിക്കാം എന്ന് സുബ്രഹ്മണ്യൻ ബ്രഹ്മദേവനോട് പറഞ്ഞുപോലും. ഒരു ബാലൻ്റെ മുന്നിൽ അവൻ്റെ ബാലിശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാൻ ബ്രഹ്മാവ് തയ്യാറായില്ല. സുബ്രഹ്മണ്യൻ ഉടൻ തന്നെ ശിവകിങ്കരന്മാരോട് ബ്രഹ്മദേവനെ തുറുങ്കലിൽ അടയ്ക്കാൻ കൽപ്പിച്ചു. ദൂതന്മാർ മുഖേന വിവരമറിഞ്ഞ ശിവൻ സുബ്രഹ്മണ്യനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ആരാഞ്ഞു. പുത്രനിൽ നിന്നും വൃത്താന്തങ്ങൾ കേട്ടറിഞ്ഞ ശിവൻ ചോദിച്ചു, ഉണ്ണി, ബ്രഹ്മം എന്താകുന്നുവെന്ന് ശരിയായി അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നീ കുരുത്തക്കേടുകൾ കാണിച്ചത്? അതേ പിതാവേ, സുബ്രഹ്മണ്യൻ മറുപടി പറഞ്ഞു. എങ്കിൽ പറയൂ, ആരാണ് ബ്രഹ്മം? എന്താണ് ബ്രഹ്മം? ശിവൻ ആജ്ഞാപിച്ചു. പിതാവിൻ്റെ വാക്കുകൾ കേട്ട് സുബ്രഹ്മണ്യൻ ശാന്തനായി ചോദിച്ചു, പിതാവേ, ബ്രഹ്മരഹസ്യം അതിനിഗൂഢമാണെന്നും അതാരോടും പരസ്യമായി പറയരുതെന്നും മാതാവിനെ അങ്ങ് ഉപദേശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് അങ്ങയുടെ കാതിൽ മന്ത്രിക്കുന്നതല്ലേ ഉചിതം? പുത്രൻ്റെ വാക്കുകൾ കേട്ട് ആനന്ദം കൂറിക്കൊണ്ട് ശിവൻ പറഞ്ഞു, അതെ, അതുതന്നെയാണ് ഉചിതം. സുബ്രഹ്മണ്യൻ ശിവന്റെ കാതിൽ ബ്രഹ്മരഹസ്യം മന്ത്രിച്ചു. യാതൊരു പിഴവും കൂടാതെയുള്ള മന്ത്രണമായിരുന്നു അത്. പുത്രനെ വാത്സല്യപൂർവ്വം ആശ്ലേഷിച്ചുകൊണ്ട് കിങ്കരന്മാരെ നോക്കി ബ്രഹ്മദേവനെ തുറുങ്കലിൽ നിന്ന് മോചിപ്പിക്കാൻ ശിവൻ കൽപ്പിച്ചു. ഈ ദൃഷ്ടാന്ത കഥയെ മൂല്യനവീകരണം ചെയ്ത് ഗുരുദേവൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. പുത്രനാൽ ആദരിക്കപ്പെടുകയും അനുഗമിക്കപ്പെടുകയും ചെയ്യുന്നതിൽ കൂടുതലായി മറ്റ് എന്തൊരു ഭാഗ്യമാണ് ഒരു പിതാവിന് ലഭിക്കാനായിട്ടുള്ളത്? ഭാര്യയുടെ ആത്മസംഗീതത്തിൽ പങ്കുചേർന്ന് ഭവനാടകമാടുകയും പുത്രൻ്റെ തിരുമന്ത്രണം കേട്ട് കോൾമയിൽ കൊള്ളുകയും ചെയ്യുന്ന ശിവൻ അർദ്ധനാരീശ്വര പ്രഭാവത്തെ പ്രോജ്വലിതമാക്കുന്ന രംഗചിത്രമാണിവിടെ വരയപ്പെട്ടിരിക്കുന്നത്. കയർക്കണ്ണിയർ കൺകൾ മൂன்றுം കതിർ തിങ്കളും അങ്കിയും അങ്കൊളിരും എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. കയർക്കണ്ണിയർ എന്ന പദത്തിൻ്റെ വാഗർത്ഥം മീൻ കണ്ണുപോലെയുള്ള കണ്ണുകൾ എന്നാണ്. കയൽ, കൺ, ഇയൽ, കൺകൾ. പോളകളില്ലാത്തവയും എല്ലായ്പ്പോഴും തുറന്നിരിക്കുന്നവയുമാണ് മീൻ കണ്ണുകൾ. അടയാത്ത കണ്ണ് നിതാന്ത ജാഗ്രതയുടെ പ്രതീകമാണ്. ശിവന്റെ 3 കണ്ണുകളെ യഥാക്രമം സൂര്യനും ചന്ദ്രനും അഗ്നിയുമായി ഭാവന ചെയ്തിരിക്കുന്നു. ശിവന്റെ 3ാം കണ്ണ് അന്തർനേത്ര പ്രതീകമാണ്. അന്തർദർശനത്തെയും ബഹിർദർശനത്തെയും സമന്വയിപ്പിക്കുന്ന കാവ്യബിംബമാണ് ശിവന്റെ ത്രിനേത്രം. സൂര്യചന്ദ്രന്മാർ പ്രപഞ്ചാഗ്നിയെയും അഗ്നിജ്ഞാനത്തെയുമാണ് പ്രതീകവൽക്കരിക്കുന്നത്. ഭൗതികതയെ ആത്മീയതയുമായി സമന്വയിപ്പിക്കുന്ന കാവ്യബിംബമാകുന്നു മുക്കണ്ണനായ ശിവൻ എന്നു സാരം. പുയങ്കം പുനലും ചടയും പുലൈനായി നേർ കമ്പുവീർ പുലനെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ പാടൽ ഉപസംഹരിച്ചിരിക്കുന്നു. പാമ്പ് കാലപ്രതീകവും വെള്ളം ജീവോൽപത്തിക്ക് ആധാരമായിരിക്കുന്ന മൂലവസ്തുവും ജഡ ജ്ഞാനതപസ്സിൻ്റെ ദ്യോതക ബിംബവുമാണ്. ഇവയും സൂര്യതത്വത്തെയും ചാന്ദ്രതത്വത്തെയും അഗ്നിതത്വത്തെയുമാണ് പ്രതീകവൽക്കരിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ആയുഷ്കാലം കഴിയുന്നതിന് മുമ്പായി സാക്ഷാത്കരിച്ചെടുക്കാനുള്ള ഭാഗ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാടലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.